ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഒരു കാലത്ത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്ന ടൈറ്റാനിക് എന്ന കപ്പലിലേക്ക്. ഇതാണ് അതിൻ്റെ എൻട്രി. നേരെ നമ്മൾ കയറി ചെല്ലുന്നത് ഇതേപോലെ ഒരു ചെറിയൊരു കവാടത്തിലോട്ടാണ് കേട്ടോ. ഇത് രണ്ട് സൈഡും ഓരോ റൂമുകളാണ്. കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളുടെ റൂമുകളൊക്കെയാണ് അവർ കാണിച്ചേക്കുന്നത് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ മേളോട്ട് സ്റ്റെപ്പാണ്. ഇത് ഫിലിമിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ ഈ സ്റ്റെപ്പ് നേരെ നമ്മൾ കയറി മേളോട്ട് ചെല്ലുന്നത് നമ്മുടെ ജാക്കും റോസും ഒക്കെ നിന്ന് ഒരു സ്ഥലമില്ലേ മേളിൽ, അതേപോലത്തെ ആ സ്ഥലത്തേക്കാണ് ചെന്ന് കയറുന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മളിങ്ങനെ നേരെ നടന്ന് നമുക്ക് ഒരുപാട് സ്ഥലം ഇങ്ങനെ കണ്ട് നടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ അതേപോലെ നമ്മൾ ഫിലിമിലൊക്കെ കണ്ട അതേപോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞാൻ എന്താ ഇവിടെ കയറി നമ്മൾ കപ്പൽ ഓടിക്കുന്ന ഇതൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ കയറി. പിന്നെ അവിടെ നിന്ന് നങ്കൂരത്തിൻ്റെ ചങ്ങലയാണ് കേട്ടോ. വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ അഭിനയിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരെ താഴോട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. താഴോട്ട് ഇറങ്ങി പോകുന്നത് കറക്റ്റ് ആ ഫിലിമിൽ അഭിനയിച്ചവരുടെയും അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് ഇംഗ്ലണ്ടിൽ നിന്ന് 2223 യാത്രക്കാരെയും കൊണ്ട് ന്യൂയോർക്കിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഫുഡിന്റെ വീഡിയോ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് വന്നൊന്നുമല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ മക്കളെ അമേസിങ് സാധനം എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞെന്നെ. ഞാൻ ടൈറ്റാനിക് ഇങ്ങനെ മുന്നിൽ കണ്ട പോലെയായി. വാ, നമുക്ക് ആ കാഴ്ചകൾ മൊത്തം നിങ്ങളെയും കൂടി കാണിച്ചു തരാം. അവിടെ നമ്മൾ നേരെ താഴോട്ട് നോക്കുമ്പോൾ അവിടെ വലിയൊരു ഹോളാണ്. ആ ഹോളൊക്കെ അവർ ആക്കി വെച്ചേക്കുന്ന അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഫിലിമിൽ കണ്ട അതേ മോഡല്, അതേ ഷേപ്പ് ഒക്കെ അതേപോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന അവിടെ നിന്ന് തന്നെ മേളോട്ട് നോക്കുന്ന വലിയൊരു ലൈറ്റിലോട്ടാണ് കേട്ടോ. അതും അടിപൊളിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെയാന്ന് തോന്നുന്നു. ഞാനിവിടെ മൊത്തം ജാക്ക് റോസിന് തപ്പുകയാണ് കേട്ടോ. ഞാൻ അങ്ങ് അവിടെ പോയി കണ്ടില്ല, പക്ഷെ ഇതാ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഇനി ഇവിടെ എന്തോ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോട്ടെ ജാക്ക് റോസ്, അവരവിടെ നിൽക്കട്ടെ. വാ, നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പം പിന്നെ വേറൊരു ഹോള്. ശരിക്കും ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ ടൈറ്റാനിക് മൂവിയിൽ. ആ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കങ്ങനെ ഭയങ്കര ഒരു കുളിർമയാണ് കേട്ടോ. പക്ഷേ നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അവിടെ നമ്മൾ പിന്നെയും ഇങ്ങനെ ഇതേപോലെ ഓരോരോ ഇടനാഴികളിലാണല്ലോ, അതുവഴി ഇങ്ങനെ നടക്കുക. ശരിക്കും ഇതുവഴി പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയുമോ, കപ്പലിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. ഇത് ജാക്കിന്റെ ഒരു പടം വരയ്ക്കുന്നൊക്കെ ഇതില്ലായിരുന്നു മൂവിയിൽ. നമ്മുടെ റോസ്. ഓ, ജാക്ക് ഇപ്പോഴും ആ ചിത്രം വരച്ച് കഴിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നു. ഇപ്പോഴും അതിന്റെ ഓർമ്മയിലാന്ന് തോന്നുന്നു ആ വരയ്ക്കണം. അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കേട്ടോ. പക്ഷെ ശരിക്കും തുടങ്ങുന്നത് അവിടെയായിരുന്നു കേട്ടോ, കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇങ്ങനെ ഓരോ ചരിത്രങ്ങളും അവിടെ അഭിനയിച്ചവരും പിന്നെ റിയൽ ആയിട്ടുള്ളവരുടെയൊക്കെ ഫോട്ടോസും പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയും അങ്ങനെയൊക്കെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങ് ആ പടമാണ് ജാക്ക് വരച്ചുകൊണ്ടുണ്ടായിരുന്നത്. പിന്നെ റോസിൻ്റെ പഴയ കാല ഫോട്ടോസും അങ്ങനെയൊക്കെ ചരിത്രം ഹിസ്റ്ററി ഫുള്ള് ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ ടൈറ്റാനിക്കിന്റെ ഒരു ഗംഭീര മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല ഗംഭീരമായി അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മോഡല്. പിന്നെ നമ്മൾ ടൈറ്റാനിക് മറിഞ്ഞില്ലേ, അതവർ അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യാത്ര പുറപ്പെട്ട് 4-ാമത്തെ ദിവസം രാത്രി 11:40 കപ്പലിനെ ആകെ മൂടൽമഞ്ഞ് പൊതിഞ്ഞു. നിമിഷ നേരം കൊണ്ട് കപ്പൽ വലിയ മഞ്ഞുമലയിലേക്ക് ഇടിച്ചു കയറി. 3000 അടി നീളത്തിലാണ് മഞ്ഞുമലയുടെ അറ്റം കപ്പലിലേക്ക് തുളച്ചു കയറിയത്. നിമിഷ നേരം കൊണ്ട് കപ്പലിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങി. പുലർച്ചെ 2:17
ടൈറ്റാനിക് എന്ന സ്വപ്നം സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മാഞ്ഞുപോയി. കടലാഴങ്ങളിൽ അസ്തമിച്ചു പോയത് ചരിത്രത്തിൻ്റെ മഹാനിർമ്മിതി മാത്രമായിരുന്നില്ല, അസാധ്യമായ പ്രണയത്തിൻ്റെ നെഞ്ചുലയ്ക്കുന്ന വേദന കൂടിയാണ്. എങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചാലും നമ്മൾ ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം വരുന്ന ഒരു ഫീലിങ്സ് തന്നെയാണ് അല്ലേ. ഇത് പിന്നെ അതവിടെ റോസിൻ്റെ കഴുത്തിൽ കിടന്ന മാല പോലത്തെ ഒരു മാല അവർ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നീട് കണ്ടെത്തിയ അവശിഷ്ടങ്ങളൊക്കെയാണ് കേട്ടോ അവർ കാണിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഇത് ആ കപ്പലിൽ വയലിൻ വായിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലം, ഫുഡിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഇതുവരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കപ്പൽ യാത്രയൊക്കെ കഴിഞ്ഞതാ നേരെ നമ്മൾ ഫുഡിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം ഒരുപാട് ഫുഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ എന്തോ ഞുറുക്കുകളൊക്കെ, പിന്നെ എപ്പോഴും കാണുന്ന പോലെ വണ്ടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ടായിരുന്നു, കമ്മൽ. പിന്നെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്ന പഴയ മിഠായികളുണ്ടായിരുന്നു. അതിൽ ഞാൻ 2 മിഠായി വാങ്ങിച്ചു. ഇതാ ഈ 2 എണ്ണമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തെരഞ്ഞു വന്ന സാധനങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട്. ഞാൻ ഈ 2 സാധനം വാങ്ങിച്ചു. ഇനി നമുക്ക് നോക്കാം വാ. ഇത് ഞാൻ എന്തായാലും വാങ്ങിച്ചില്ല കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ പോന്നപ്പോൾ ഇങ്ങനെ ഓരോ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ഉണ്ട്. കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ നടന്ന് നമ്മൾ മുന്നോട്ട് വന്നപ്പം അവിടെ ഒരു കട കണ്ടു. അവിടെയൊക്കെ ആൾക്കാർ ഓരോന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബജിയാണ് വാങ്ങിച്ചേട്ടോ, മുളക് ബജി. എനിക്ക് മുളക് ബജി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത് കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ കൂപ്പൺ വാങ്ങിക്കണം, എന്നിട്ട് നമ്മളവിടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് തരിക. അങ്ങനെ നമ്മൾ മുളക് ബജി വാങ്ങിച്ചു. കണ്ടപ്പോഴേ അതിന് ചൂടില്ല എന്ന് നമുക്ക് മനസ്സിലായിരുന്നു, കാരണം കുറേയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്നാൽ നമ്മളത് കഴിച്ചു നോക്കി. പക്ഷെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, സാധാരണ ഒരു ഇതുപോലെ. പിന്നെ എനിക്ക് മുളക് ബജി ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ലായല്ല, ഒരു സാധാ ഒരു സാധനം അത്രേ ഉള്ളൂ. അവിടെ ഞങ്ങൾ നേരെ ഇങ്ങ് പോന്നു. അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇതേപോലെ ഞുറുക്കൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് നമ്മൾ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ നമ്മള് ടൈറ്റാനിക് കപ്പലും ഫുഡും ഒക്കെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് വന്നെങ്കിലും ഫുഡിനേക്കാളും നല്ല സൂപ്പർ ആയത് നമ്മൾ ടൈറ്റാനിക് കപ്പൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, നമ്മളിത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതും അല്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോ ഈ ടൈറ്റാനിക് കപ്പൽ കണ്ടപ്പോൾ നിങ്ങളെ കൂടി കാണിക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗംഭീരാണ്. നിങ്ങൾ ഈ പാലക്കാട് ഉള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കാണുക കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. പാലക്കാട് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയും വീണ്ടും കാണാം.